നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില പ്രശ്നങ്ങൾ ഗൗരവതരമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെട്ടിരിക്കുന്ന കരാർ തന്നെയാണ്. ആ കരാർ എന്താണ്, കാർഷിക മേഖലയുമായി എങ്ങനെയെല്ലാമാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ കാര്യം പരസ്യപ്പെടുത്തണം എന്നാണ് സംസ്ഥാന ഗവൺമെന്റിന് തന്നെ ആവശ്യപ്പെടാനുള്ളത്. പാർലമെന്റിനെയും സംസ്ഥാന സർക്കാരുകളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരം കരാറുമായി മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വലിയ തോതിൽ അമേരിക്കയ്ക്ക് നമ്മുടെ വിപണി തുറന്നു കൊടുക്കുന്ന, അല്ലെങ്കിൽ രാജ്യം തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിലുള്ള 4500 കോടി ഡോളറിന്റെ ഇറക്കുമതിയിൽ നിന്ന് ഏതാണ്ട് 50,000 കോടി ഡോളറിന്റെ ഇറക്കുമതിയിലേക്ക് അമേരിക്കയ്ക്ക് ഏറ്റവും സഹായകരമായി തീരുന്നു ഈ കരാർ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ കുറച്ച് കാർഷികോൽപ്പന്നങ്ങൾ മാത്രമാണ് ഇതുവരെയും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. അതിന് പരമാവധി ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം, ശരാശരി ഏർപ്പെടുത്തിയിരുന്ന 39%. ആ 39% എന്നുള്ള ചുങ്കം പൂർണ്ണമായി ഒഴിവാക്കി കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര കാർഷിക വിപണിയെ ലക്ഷ്യം വെച്ച് വരുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷമാണ്. ഈ കരാറുകളെയൊക്കെ ഗൗരവതരമായി കാണുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ ഈ കാര്യത്തിലുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആ ആശങ്ക അസ്ഥാനത്താവുകയില്ല. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ആശങ്കകൾ അതീവ ഗൗരവത്തോടെയാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കാർഷിക മേഖലയെ എങ്ങനെയെല്ലാം ബാധിക്കും എന്ന് അറിയാനുള്ള അവകാശം കേരളത്തിന്റെ കർഷകർക്കുണ്ട്. സംസ്ഥാന വിഷയമാണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് ഇക്കാര്യം അടിയന്തരമായി പരസ്യപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകളെ സംസ്ഥാനങ്ങളെ കൂടി പങ്കാളികളാക്കുകയും വേണം. ഇപ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്ത അനുസരിച്ച് അടക്കം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം 50% നിന്ന് കുറച്ചു കൊണ്ടുവന്നും 18% വരെ ആക്കും എന്നെല്ലാമാണ്. നമ്മുടെ കേന്ദ്ര മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ വളരെയധികം തെറ്റിദ്ധാരണ വരുത്തുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്നെല്ലാം പറയുമെങ്കിലും അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അവിടുത്തെ അഗ്രികൾച്ചർ സെക്രട്ടറി അടക്കമുള്ളവർ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഈ പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് 2.5 മുതൽ 3.3% വരെയായിരുന്നു അമേരിക്ക ചുങ്കം ഏർപ്പെടുത്തിയിരുന്നത്. ട്രംപ് പ്രതികാര നടപടികളോടുകൂടി ഇടപെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചുങ്കം ഈ തരത്തിലെല്ലാമായിരുന്നു. അത് 25%ലേക്കും പിന്നീട് 50%ലേക്കും എല്ലാം എത്തുമ്പോൾ ഇപ്പൊ കുറച്ചു കൊണ്ടുവന്നിട്ട് ആശ്വാസകരമായ നടപടി എന്ന് പറഞ്ഞ് കുറച്ചു കൊണ്ടുവരുന്നത് 18%ലേക്കാണ്. ഇപ്പൊ നിലവിലുണ്ടായിരുന്ന 2.5% മുതൽ 3.3% വരെ ഉണ്ടായിരുന്ന ചുങ്കമാണ് 18%ലേക്ക് തന്നെ ഉയർന്നു നിൽക്കുന്നത്. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയച്ചയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട് എന്നുള്ള വാദത്തെ പൊളിക്കുന്ന ഒന്നാണ്. വാദം പൊളിയുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ, കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്കും ഇതുണ്ടാക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അതീവ ഗൗരവതരമായ ചർച്ചയ്ക്ക് ഇടമുണ്ടാവണം. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. രാജ്യവിരുദ്ധമായ കരാറുകളിൽ നിന്ന് പിൻവാങ്ങേണ്ടത് അടിയന്തരമായി സ്വീകരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണകരമല്ല എന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്ന ഈ കരാറിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളതാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതെന്നാണ് സംസ്ഥാന സർക്കാർ പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ നെല്ലുമായി ബന്ധപ്പെട്ട് ഉൽപാദന ബോണസ് നൽകുന്നതിന്റെ പ്രശ്നത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനത്തെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട് 95% നെല്ലും കേരളം സംഭരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ, നെൽകൃഷിയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അത്രയും നെല്ല് സംഭരിക്കുന്നില്ല. ഏതാണ്ട് 15 കോടി ടൺ നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു 7 കോടി ടൺ മാത്രമാണ് സംഭരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതി നെല്ല് പോലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭരിക്കുന്നില്ല. അവിടെയാണ് കേരളം ഇതെല്ലാം സംഭരിക്കാൻ തയ്യാറാവുന്നത്, സംഭരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇങ്ങനെ സംഭരിക്കുന്ന കേരളത്തിൽ ഈ നെൽകൃഷിയിൽ നിന്ന് ആളുകൾ മാറേണ്ടത് അനിവാര്യമാണ് എന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല. ഇത് ഒരു കരാറിന്റെ മുന്നോടിയായി ചെയ്തു വെച്ച കാര്യമാണ്. ഈ കരാറുമായി കൂടി തന്നെ അതിനെ ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്. അങ്ങേയറ്റം അപകടകരമായ മറ്റൊരു കാര്യം
ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് പറയുന്നു? ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു കാര്യം പറയുന്നതല്ല. മുൻകാലങ്ങളിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിന്റെ കാരണമായി പറയാനുള്ളത്, നമുക്ക് കുറെ കാലങ്ങളായി കേന്ദ്രം നമ്മൾ നെല്ല് സംഭരിച്ചതിന് പണം നൽകാനുണ്ട് എന്നുള്ളതാണ്. നെല്ല് സംഭരിച്ചതിന് പണം നൽകാനുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകാൻ പറ്റൂല. കേരളം കർഷകർക്ക് കൊടുത്ത പൈസയാണ് 1343,83 രൂപ. കേരളം ചെലവാക്കിയ തുകയാണ്. ആ തുകയാണ് കേരളത്തിന് കിട്ടാനുള്ളത്. അപ്പൊ ഇങ്ങനെ സർക്കാരിനെ ഞെരുക്കി കഴിഞ്ഞാൽ കർഷകർക്ക് നൽകാനുള്ള പണം നൽകുന്നതിലുള്ള പ്രയാസം ഉണ്ടാവുകയും കർഷകർ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായി കർഷകർ ക്രമേണയായി കൃഷിയിൽ നിന്നും മാറുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഈ പണം നൽകാതിരിക്കുന്നത് എന്ന് വേണം ഇപ്പോൾ കരുതാൻ. നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഇപ്പോൾ എത്തുന്നത് അതിന് മുന്നോടിയായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തു വെച്ചുകൊണ്ടാണ്. 1343 കോടി രൂപ 83 ലക്ഷം രൂപ കേരളത്തിൽ നൽകാനുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ തുകയാണ്. ആ പൈസ നൽകാതിരിക്കുന്നു. ഇത് ബോധപൂർവമുള്ള നടപടികളുടെ ഭാഗമായിട്ട് വേണം അതിനെ കാണാൻ. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ കാണിക്കുന്ന സമീപനമാണ്. സപ്ലൈകോ നെല്ല് സംഭരിച്ച വകയിൽ കിട്ടാനുള്ള പൈസയ്ക്ക് ചെറിയ ക്ലറിക്കൽ എററിന്റെയും മറ്റും കാര്യം പറഞ്ഞ് നൽകാതിരിക്കുക. അതോടൊപ്പം തന്നെ ബാങ്കുകൾ കാണിക്കുന്ന സമീപനം രണ്ടാമത്തെ മറ്റൊരു പ്രശ്നമാണ്. ബാങ്കുകൾ നെല്ല് സംഭരണത്തിന്റെ സമയത്താണ് ഈ ബാങ്കുകൾ അവരുടെ പലിശ കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. പലിശ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സാധാരണ രീതിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു പലിശ കുറവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ ഇവിടെ ബാങ്കുകൾ സമീപനം പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് കിട്ടുക എന്നുള്ള വളരെ ശാഠ്യപൂർണമായ നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ്. റിപ്പോ നിരക്ക് കുറയുന്ന അവസരത്തിലും റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് കൊടുക്കുന്ന പണത്തിന്റെ പലിശ നിരക്ക് ആയ റിപ്പോ നിരക്കുകൾ കുറയുന്ന വേളയിൽ പോലും ഇവിടെ പലിശ നിരക്ക് കൂട്ടുന്ന പ്രവണതയാണ് കൂടുതൽ വേണമെന്നുള്ള ചാട്യം പിടിക്കുകയാണ്. ഈ കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ വേറെ എങ്ങോട്ടേക്കും മാറാൻ പറ്റുകയില്ല, ഇപ്പൊ തന്നെ ഇത് എടുത്തുകൊള്ളും, വലിയ പ്രതിസന്ധി നിൽക്കുന്നു, നെല്ല് കൊയ്ത്തു തുടങ്ങി, സംഭരണത്തിലേക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും പണം എടുത്തു കൊടുക്കുമോ? ആ കൊടുക്കുന്ന അവസരത്തിൽ ഇത് വാങ്ങിക്കലായിരിക്കും, ഇതിനു വേണ്ടിയുള്ള നീക്കമായിരിക്കും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതോടുകൂടി കൃഷിക്കാരന് സമയത്ത് പൈസ കിട്ടാതാവുന്നു, വലിയ തുക പലിശയായി ചോദിക്കുന്ന അവസരത്തിൽ ഗവൺമെന്റുകൾ ഒന്ന് മടിക്കുന്നു. അങ്ങനെ മടിക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും കർഷകരിൽ വലിയ അസ്വസ്ഥതയും പ്രതിസന്ധിയും ഉണ്ടാക്കുന്നു. കർഷകർ ക്രമേണ കൃഷി വിട്ടുപോകുന്ന തരത്തിലേക്ക് എത്തും. ഇങ്ങനെ കർഷകനെ കൃഷിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ബാങ്കുകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു നടപടിയായിട്ട് വേണം നമുക്ക് ഇതിനെല്ലാം കാണാൻ. ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കത്ത് ഒറ്റപ്പെട്ട സംഭവമല്ല. മുൻപ് ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് ബാങ്കുകളെ കൊണ്ട് സ്വീകരിപ്പിക്കുന്ന നടപടിയും സംഭരിച്ച നെല്ലിന്റെ പണം നൽകാതിരിക്കുന്നതുമെല്ലാം ഇതോടൊപ്പം ചേർത്ത് വേണം വായിക്കാൻ. നാളെയും സമാനമായ രീതിയിലുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് കരുതുന്നത്. ഒരു പ്രതികാര നടപടികൾ പോലെയാണ് വിവിധ വകുപ്പുകൾ മുഖേന കേരളത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും നെല്ല് സംഭരണത്തിൽ ഉണ്ടായിരിക്കുന്നത്. നെൽകൃഷിയിൽ നിന്ന് ഇത്രയും കൃഷി ചെയ്യേണ്ടതില്ല, ചെയ്താലും ഇത്രയും നെല്ല് സംഭരിക്കേണ്ടതില്ല, വെള്ളത്തിന്റെയും മറ്റും കുഴപ്പമുണ്ടാവുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ന്യായങ്ങൾ നിരത്തി ആ ന്യായങ്ങളുടെ പുറത്താണ് നെൽകൃഷിയിൽ നിന്ന് മാറുക എന്ന് പറയുന്നതല്ല. ഇന്നേ വരെയും ഒരു ഭരണകൂടവും ചെയ്തിട്ടില്ലാത്ത തരത്തിലാണ് നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്നത് സർക്കാരിന് ബാധ്യതയാവുന്നുവെന്നും നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നെല്ലാമുള്ള വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാജ്യത്തിന്റെ ഭരണകൂടം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. ഇതുകൊണ്ട് അവർ അവസാനിപ്പിക്കും എന്ന് കരുതുന്നതേയില്ല. തുടർ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനെയും കാണുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയല്ല, നമ്മളുടെ സംഭരിച്ചതിന്റെ വകയിൽ കിട്ടാനുള്ള പൈസ കിട്ടാതിരിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പലിശ ഇടക്കിടക്കെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. 2023 മുതൽ 2025 വരെ കൺസോർഷ്യം ബാങ്കുകൾ 8.75% പലിശക്കാണ് സപ്ലൈകോയ്ക്ക് PRSന്റെ വായ്പയ്ക്ക് പൈസ കടം കൊടുത്തുകൊണ്ടിരുന്നതല്ല. നിലവിലെ ഇപ്പൊ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്കും കാനറ ബാങ്കും എല്ലാം 9%. ഞാൻ പറഞ്ഞത് റിപ്പോ നിരക്ക് കുറഞ്ഞ അവസരത്തിലാണ് ഞങ്ങൾ കൂടുതൽ പലിശ വേണമെന്നുള്ള ശാഠ്യംപിടുത്തത്തിലേക്ക് എത്തിയത്. ഈ സമയങ്ങൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മൾ ആലോചിച്ച് നോക്കുക.
കർഷകർക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കുക. PRS വായ്പയുമായി എത്തുന്ന കർഷകരോട് മാന്യമായി പെരുമാറുക പോലും ചെയ്യാത്തവരെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധിയായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. നമുക്കിതിൽ നിന്ന് മാറുക. ഈ ബാങ്കുകൾ ഇതിൽ നിന്ന് ലോൺ മാറ്റണമെങ്കിൽ തന്നെയും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവുന്നു. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് നെൽകൃഷി ഏതെല്ലാം വിധേനയും ഇടപെട്ട് നെൽകൃഷിയുടെ കുറവുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഫലപ്രദമാവാതെ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നേരിട്ട് ഒരു കത്ത് തന്ന് നിങ്ങൾ കുറയ്ക്കുക, നിങ്ങൾ നേരിട്ട് ഈ പ്രത്യേകമായ സഹായം കൊടുക്കാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ. ഗവൺമെന്റ് പക്ഷേ ഇത്തരത്തിലല്ല. ഗവൺമെന്റിന്റെ നിലപാട് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയുണ്ടായി. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ നെല്ല് സംഭരിക്കും. അത് ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമാണ്. ആ സംഭരണം ഉണ്ടാവും. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ 2405 കോടി രൂപയാണ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് പ്രോത്സാഹന ബോണസായി മാത്രം നമ്മുടെ കേരളത്തിലെ നെൽകർഷകർക്ക് നൽകിയത്. ഒരു സംസ്ഥാനവും ഇതേപോലെ നെൽകർഷകരെ സഹായിച്ചിട്ടുണ്ടാവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 2405 കോടി രൂപ ഈ 5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിലെ നെൽകർഷകർക്ക് സഹായധനമായി മാത്രം സർക്കാർ നൽകിയിട്ടുണ്ട്. വിത്തിന്റെ സൗജന്യവും വൈദ്യുതി സൗജന്യവും ഉഴവുകൂലി സൗജന്യവും മറ്റ് സൗജന്യങ്ങളുടെയും കണക്കില്ലാതെ തന്നെയാണ് പ്രോത്സാഹന ബോണസ് എന്ന ഇനത്തിൽ മാത്രം കേരളം നൽകിയിട്ടുള്ള തുകയാണ് അതെല്ലാം. ഇവിടെ ഉൽപാദനത്തിന്റെ കാര്യത്തിൽ വർധനവാണ് ഉണ്ടായത്. 2011-16 അല്ലെങ്കിൽ 16-21 16-21 30 ലക്ഷം ടണ്ണോളമാണ് നമുക്ക് ഉൽപാദനം ഉണ്ടായിരുന്നതെങ്കിൽ 21-20 31.2 ലക്ഷം ടണ്ണിന്റെ ഉൽപാദനത്തിലേക്ക് എത്തി. അപ്പൊ ഈ ഉൽപാദന വർധനവെല്ലാം നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന മെച്ചപ്പെട്ട ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടും മെച്ചപ്പെട്ട പ്രവർത്തനവുമാണെന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. നല്ല ഉൽപാദനം ഉണ്ടായാൽ അതൊരു മെച്ചമായിട്ടാണ് സംസ്ഥാനം കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉൽപാദനത്തിൽ പങ്കാളിയാവുന്ന എല്ലാവരെയും സഹായിക്കുക എന്നതാണ് സർക്കാരിന്റെ നയമായിട്ടും ഉള്ളത്. നമ്മുടെ ഈ ബാങ്കുകൾ ഈ ലോണുകളുമായി ബന്ധപ്പെട്ട് PRS ഒരു കാര്യം കൂടി പറയാനുള്ളത്. ഇപ്പൊ PRS വായ്പ 1100 കോടിയോളം രൂപയാണ് PRS വായ്പ എടുക്കുന്നത്. സപ്ലൈകോ PRS വായ്പ എടുക്കുന്ന ഈ തുക ഇതിന്റെ 6 മാസത്തിനുള്ളിൽ അവര് ആ പൈസ അടച്ചു തീർക്കുന്നുണ്ട്. 6 മാസത്തിനുള്ളിൽ തന്നെ കൃത്യമായി അടച്ചു തീർത്താൽ പോകുന്ന 6 മാസത്തിൽ അടച്ചു തീർത്ത് വീണ്ടും അടുത്ത ലോൺ എടുക്കുകയാണ്. ഏതാണ്ട് ഒരു 99-100 കോടി രൂപയാണ് പ്രതിവർഷം ഈ ഇനത്തിൽ PRS വായ്പ ഇനത്തിൽ മാത്രം ഈ ബാങ്കുകൾ നമ്മളിൽ നിന്ന് സമാഹരിക്കുന്നത്. ചെറിയ തുകയല്ല. ഈ ഒരു ചെറിയ പീരീഡിലേക്ക് നൽകുന്ന ഈ PRS ലോണിന്റെ പേരിൽ 99 കോടിക്കും 100 കോടിക്കും ഇടയിലാണ്. ഏതാണ്ട് 100 കോടിയോളം രൂപ പ്രതിവർഷം ഈ ബാങ്കുകൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാങ്കുകൾ സമയത്ത് ഈ നൽകാതെയും കർഷകരെ കുഴപ്പത്തിലാക്കാൻ ഉള്ള എല്ലാ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നത് ഞങ്ങൾ വീണ്ടും സംശയിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എന്ന്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ അത്തരത്തിൽ കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. അത്തരം കാര്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ശക്തമായ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാവും. സീസണിലേക്ക് എത്തുകയാണ്. വരാൻ പോകുന്ന സീസണിൽ നെല്ലിന്റെ കാര്യം വെച്ചിട്ട് വില പേശാൻ ഒരാളും തയ്യാറാവുന്ന അവസ്ഥയുണ്ടാവില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളായാലും കർഷകനെയും നെല്ലിനെയും വെച്ച് വില പേശുന്ന ഒരവസ്ഥയോട് ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പൊരുത്തപ്പെടുകയില്ല. അതിനൊരു തരത്തിലും ഒരിടം ഉണ്ടാക്കാൻ ഉള്ള അനുവാദം കൊടുക്കുകയില്ല. അതിനെ ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കുകയുമില്ല എന്നാണ് പറയാനുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച സമീപനത്തിന്റെ കേന്ദ്രത്തിന്റെ അറിയിപ്പ് അതിന്റെ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് രേഖാമൂലം തന്നെ നൽകുകയുണ്ടായി. ഇക്കാര്യത്തിൽ ആ നിലപാടുകൾ തിരുത്തണമെന്ന് കേരളത്തിന്റെ വേണ്ടി സംസ്ഥാന കൃഷി വകുപ്പിന് വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. അതിനനുസരിച്ച് അദ്ദേഹത്തിന് കത്തും നൽകിയിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുട്ടനാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ കുറച്ചു നാൾ അവിടങ്ങളിലുണ്ടായ മടവീഴ്ചയുടെയും മറ്റും പ്രശ്നം പല സംഘടനകളും എല്ലാം ഉന്നയിച്ചൊരു കാര്യമായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നടന്ന ചില പ്രവർത്തികളുടെ ഭാഗമായിട്ടുള്ള പണം അനുവദിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പല കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മൺസൂൺ പ്രതിരോധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തുകയായിരുന്നു അതെല്ലാം അനുവദിക്കേണ്ടിയിരുന്നത്. ആലപ്പുഴ ജില്ലയിലെ വിവിധ കൃഷിഭവനുകളുടെ പാടശേഖരങ്ങളുടെ മടവീഴ്ചയുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം, കൈനഗിരി കൃഷിഭവന്റെ പരിധിയിൽ 6 പങ്ക് പരുത്തിവളവ് പാടശേഖരങ്ങളിൽ ഉണ്ടായ 2025 ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ മടവീഴ്ചയുടെ
ധനസഹായം, വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിരുന്ന പൈസയിൽ വീണ്ടും അനുവദിക്കേണ്ടതായി കണ്ട സാമ്പത്തിക സഹായം, 6 താലൂക്കുകളിലും ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട ധനസഹായം, അങ്ങനെയെല്ലാം 8,25,26,663 രൂപ കഴിഞ്ഞ ദിവസം അനുവദിച്ചിട്ടുണ്ട്. അതിൽ 3 കോടി രൂപ വിവിധ പാടശേഖരങ്ങളുടെ മടവീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൈനഗിരിക്ക് വേണ്ടി തന്നെ അവിടെ 24 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ആ മേഖലയിലേക്ക് വേണ്ടിയിട്ട് 2 കോടി രൂപ കൂടി അനുവദിക്കേണ്ടിരുന്നു, അത് അനുവദിച്ചിട്ടുണ്ട്. മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള 3 കോടി രൂപ. ഇതുമായി ബന്ധപ്പെട്ട് പൈസ അനുവദിക്കാത്തതിന്റെ പ്രയാസങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടാണ് 8 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചിരിക്കുന്നത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകാനുള്ള തുക വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായി. ഇല്ല, അവരുമായിട്ട് സംസാരിച്ചില്ല. കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിക്ക് ഞാൻ തന്നെ രേഖാമൂലം കത്തിലൂടെ കേരളത്തിന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. നമ്മളത് തുടരും എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തും ഇതിന്റെ ചെലവുകൾ വ്യത്യാസമാണ്. പഞ്ചാബിൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ചെലവാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ചെലവാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വർധനമാണ്. ചുമട്ടുകൂലിയായാലും കർഷക തൊഴിലാളികൾക്കുള്ള വേതനമായാലും എല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഉയർന്നു നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇതര സംസ്ഥാനങ്ങളിൽ ഇവിടേക്ക് തന്നെ ആളുകൾ എത്തുന്നത്. അപ്പൊ അങ്ങനെല്ലാം കൂലിച്ചെലവ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കൂടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ ഈ നിലവിലുള്ള സ്ഥിതിയെ കണക്ക് കൂട്ടിയിട്ടാവണം ഇവിടെ എങ്ങനെയായിരിക്കണം നമ്മൾ വില നിശ്ചയിക്കേണ്ടത്. അപ്പൊ CSEP പോലുള്ള ഈ കാര്യം കണക്ക് കൂട്ടുന്ന കമ്മിറ്റി തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിൽ നിശ്ചയിക്കുന്ന കമ്മിറ്റി തന്നെ കേരളത്തിന്റെ ഉൽപാദന ചെലവ് വളരെ കൂടുതലാണെന്ന് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ കണക്കാക്കുന്നതനുസരിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് ഓരോ സ്റ്റേറ്റിനും ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയ്ക്കനുസരിച്ചിട്ടുള്ള MSP, സ്റ്റേറ്റ് സ്പെസിഫിക് MSP പ്രഖ്യാപിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 30-നേക്കാൾ വർദ്ധിക്കും, 30-നേക്കാൾ കൂടണം, 40 രൂപയെങ്കിലും ആവണം നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് സംസ്ഥാനങ്ങൾ കുറയ്ക്കണം എന്ന് പറയുന്നത്. കേവലമായ ഒരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ പേരിലൊന്നും അല്ല, നെൽകൃഷി ഒഴിവാക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യത്തോടെ. നെൽകൃഷി മാത്രമല്ല, ഗോതമ്പ് കൃഷിയും ഒഴിവാക്കുക. കൃഷി ഒഴിവാക്കണം. കൃഷിയോട് എന്തിനാണ് ഇത്ര ഒരു ചതുർത്ഥി എന്ന് മനസ്സിലാവുന്നതേ ഇല്ല. കൃഷിയെക്കുറിച്ച് ഭയങ്കര പ്രസംഗമെല്ലാം പ്രസംഗിക്കും, ഭാരതീയ പൈതൃകത്തെക്കുറിച്ചെല്ലാം പറയും, നമ്മുടെ അന്നമാണ് എന്ന് പറയും, അതിന്റെ ദൈവികതയെക്കുറിച്ച് പറയും. പക്ഷെ എന്നാൽ ഇങ്ങനെ കൃഷി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞൊരു ഭരണകൂടം ലോകത്തെവിടെയും ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതുപോലെ. നിങ്ങൾ കൃഷി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞൊരു ഭരണകൂടത്തെ ആദ്യമായി ഇന്ത്യ കാണുകയാണ്. അത് ഈ ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പ്രത്യേകമായ സാഹചര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന അവസരത്തിൽ ഇവർക്ക് കൂടുതൽ സഹായം എത്തിക്കേണ്ടതാണ് അനിവാര്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് സ്റ്റേറ്റ് സ്പെസിഫിക് ആയി MSP നിശ്ചയിക്കണം എന്നും നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.